ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എൻ്റെ ഒരു PG പ്രൊജക്റ്റ് എങ്ങനെയായിരുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ PG പ്രൊജക്റ്റും ഡിഗ്രി പ്രൊജക്റ്റും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പേജസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഡിഗ്രി പ്രൊജക്റ്റ് ഐ തിങ്ക് 30 പേജാണ്, എന്നാൽ PG പ്രൊജക്റ്റ് ഒരു 55 to 60 പേജിനുള്ളിലാണ് നമുക്ക് PG പ്രൊജക്റ്റ് വേണ്ടത്. അപ്പോൾ ഒരു വർക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഡിഗ്രിക്ക് എടുക്കുന്ന അതേപോലത്തെ ടോപ്പിക്സൊക്കെ നമുക്ക് PGക്ക് എടുക്കാം. പക്ഷേ നമുക്ക് പേജസ് കൂടുതലായതുകൊണ്ട് മറ്റേത് 30-32 പേജാണെങ്കിൽ ഇവിടെ വരുമ്പോൾ 60 പേജാണ് വരുന്നത്. അങ്ങനെ 60 പേജ് എന്ന് പറയുമ്പോൾ നമുക്കപ്പോൾ ഒരു വർക്ക് കൊണ്ട് ചിലപ്പോൾ എന്താ പറയുക ഉൾക്കൊള്ളിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ 2 വർക്ക് താരതമ്യം ചെയ്തിട്ട് നമുക്ക് അതിലൊരു തിയറി അപ്ലൈ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ജെൻഡർ സ്റ്റഡീസ് എന്ന് പറയുന്ന തിയറിയാണ് 2 വർക്കിൽ, എവ്ലീന ബൈ ഫ്രാൻസിസ് ബെർണെ, പിന്നെ ദ ഹെന്ന ആർട്ടിസ്റ്റ് ബൈ ആൽക്ക ജോഷി. ഈ 2 വർക്കിൽ ഞാൻ ജെൻഡർ സ്റ്റഡീസ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മറ്റേ ഡിഗ്രി മെത്തേഡ് വഴി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കുറേ ന്യൂ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ വർക്ക് സൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഉള്ളിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും നമ്മൾ വർക്ക് സൈറ്റ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ റെഫർ ചെയ്ത സാധനങ്ങൾ ഫുള്ള് നമുക്ക് വർക്ക് സൈറ്റ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് പല ടോപ്പിക്സ് വേണമെങ്കിലും പല തിയറീസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. വർക്ക് തന്നെ എടുക്കണമെന്നില്ല, ഫിലിം എടുക്കാം, അതുപോലെ നമുക്ക് ആഡ്സ് എടുക്കാം, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് പ്രിഫർ ചെയ്തെടുത്ത് നമുക്ക് നമ്മുടെ ഒരു ലിറ്റററി തിയറി അതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വർക്ക്സ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ PDF ആയി ഫുൾ സെറ്റ് ചെയ്ത് പേജ് നമ്പറും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കും. യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ PDF നമുക്ക് കോളേജിലോട്ട് 2 സാർമാർ, മാഷായിരിക്കും, ടീച്ചറായിരിക്കും, അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു മാഷ്, അല്ലെങ്കിൽ 1, 2 അല്ലെങ്കിൽ 3 പേരായിരിക്കും വരുന്നുണ്ടാവുക. ഇവർക്ക് നമ്മുടെ പ്രൊജക്റ്റൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കും. നമ്മളെല്ലാം യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ഈ പ്രൊജക്റ്റ് എല്ലാം വായിച്ചതിന് ശേഷം എന്ത് ചെയ്യും, അതിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ അവർ നോട്ട് ഡൗൺ ചെയ്തിട്ടായിരിക്കും നമ്മുടെ കോളേജിലോട്ട് വരിക. ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ പ്രൊജക്റ്റിൽ പാസ്സായിട്ടുണ്ടാവും. അപ്പോൾ അവർ പ്രൊജക്റ്റ് ഏറെക്കുറെ ഫുൾ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും നമ്മളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക നമ്മുടെ കോർ വൈവ് ആയിരിക്കും. PGയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 4th സെം വരെയുള്ള എല്ലാ കോർ വൈവയും, ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ 4 ഉണ്ട്, സെക്കൻഡ് സെമ്മിൽ 4 ഉണ്ട്, തേർഡ് സെമ്മിൽ 2 ഉണ്ട്, 4th സെമ്മിൽ ഒരു കോറും ഒരു പ്രൊജക്റ്റും അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കാം. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സാറ് വന്നു കഴിഞ്ഞാൽ അയാളുടെ ഇഷ്ടങ്ങളനുസരിച്ചായിരിക്കും അയാൾ ചോദിക്കുക. ചിലർ വന്നിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഞാൻ വൈവിക്ക് കയറുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നേ തന്നെ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം, അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വർക്ക് ഏതായിരുന്നു അത് നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു സബ്ജക്റ്റ് പറയുകയാണ്, ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ 18th സെഞ്ച്വറിയാണ് നമ്മൾ പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ആ 18th സെഞ്ച്വറിയിൽ ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പറയുന്ന സമയത്ത് അതിലത്തെ ഫുൾ അറിയണം, ഡ്രാമാസ് അറിയണം, പോയട്രി അറിയണം, ഫിക്ഷൻസ് ഉണ്ടെങ്കിൽ അതറിയണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. പിന്നെ അതിലുള്ള മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ആരൊക്കെയാണ്, അതേപോലെ ഓരോ പോമിൽ ഇപ്പോൾ ടു ഹിസ് കോയമിസ്ട്രസിൽ നമ്മൾ കാർപ്പേഡിയാണ് തീമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീം നമുക്കറിയണം. ഇപ്പോൾ കെനണൈസേഷൻ, അതിൽ ഇപ്പോൾ കെനണൈസേഷൻ ലവിനെ എന്തുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതൊരു മെറ്റാഫിസിക്കൽ പോമാണ്. അപ്പോൾ ഇതുപോലെ വേറൊരു മെറ്റാഫിസിക്കൽ പോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനറിയണം. വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് ആണ് എന്ന് പറയാനറിയണം. അപ്പോൾ ഒരു ജനറൽ ഐഡിയ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്.
ചിലപ്പോൾ നമ്മൾ പഠിച്ചതായിരിക്കില്ല ചോദിക്കുക. അപ്പം എൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്ക് 2 സാറായിരുന്നു വന്ന്, ഒരു മാഷും ഒരു ടീച്ചറും ആയിരുന്നു വന്ന്. മാഷ് എന്ന് പറയുന്ന ആള് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു, ഏതാണോ നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് പറയുക, അത് നന്നായി ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ എന്ന്. അപ്പം അതൊന്ന് ഫുള്ളായിട്ട് നമ്മളോട് ഫിക്ഷൻ ആയാലും എസ്സേസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് അതിലുള്ള ഏതൊക്കെ പാട്ടുണ്ടോ അതൊക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മിസ്സ്, ഞങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരുന്നു വൈവ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന മിസ്സ് എല്ലാം ചോദിക്കുക ചെയ്തേ. ജസ്റ്റ് A to Z കാര്യങ്ങൾ നമ്മുടെ ആ ഒരു PG ഇയറിൽ 4th സെം വരെയുള്ള എല്ലാ കോറും ഒന്ന് ഓടിച്ച് ചോദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും വൈവ നടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മൊത്തത്തിൽ നിങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവർ അഥവാ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ പഠിച്ചതെന്ന് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് തറവായിട്ടും പഠിക്കാം, ബാക്കിയൊക്കെ ജസ്റ്റ് ഓടിച്ചും പഠിച്ചു വിടാം. അതേപോലെ ടെക്നിക്കൽ ടേംസ്, പലിറ്ററേഷൻ, മെറ്റഫോർ, സിമിലി, അതേപോലെ മെറ്റാഫിസിക്കൽ എന്താണ്, കാർപ്പേഡിയം എന്താണ്, ഇതിലിപ്പോൾ എ പോർട്രേറ്റ് ഓഫ് എ യങ് മാൻ എന്നുള്ള ഒരു വർക്ക് ഉണ്ട് ജെയിംസ് ജോയ്സിൻ്റെ. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എന്താണ് വരുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ബിൽഡിങ്സ് റോമൻ പറയാൻ പറ്റും. കാരണം ആ ഒരു ചിൽഡ്രൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ബർത്ത് ടു എൻഡ് വരെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ പഠിച്ചു പോകണം. വെറുതെ ജസ്റ്റ് സമ്മറി പഠിക്കുകയല്ല, എക്സാക്റ്റ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഒരു പോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓതർ, അതേപോലെ അതിൽ എന്തെങ്കിലും ഇപ്പോൾ മെറ്റാഫിസിക്കൽ ആണോ അല്ലെങ്കിൽ സോണറ്റ് ആണോ എലിജി ആണോ അങ്ങനത്തെ സാധനങ്ങൾ എന്താണെന്ന് നോക്കുക. അതേപോലെ അതിൽ കൂടുതലായിട്ട് ഫെയിം ആയിട്ടുള്ള ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ലവിനെ കെർണൈസേഷനിൽ ലവിനെ ഫിനിക്സ് പക്ഷിയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തേക്ക് ഇപ്പോൾ ടു ഹിസ് കോമിസ്ട്രോസിലാണെങ്കിൽ അതിലെ മെയിൻ തീം എന്ന് പറയുന്നത് കാർപ്പേഡിയമാണ്. ലിവ് ഇൻ ദി പ്രസന്റ് എന്ന് പറയുന്ന കാർപ്പേഡിയമാണ് അതിലെ മെയിൻ തീമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്കറിയണം. അങ്ങനെ ജനറലായിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് പാസ്സാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന മാർക്ക്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷും നമ്മുടെ പ്രൊനൗൺസിയേഷനും, കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അവർ നമുക്ക് മാർക്ക് കാര്യങ്ങളും ഇടാം. അപ്പം അവർ ചോദിക്കുന്നതിനനുസരിച്ച് നോ എന്ന് പറയാതെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് കൂടുതലായിട്ട് നന്നായിട്ട് പറയാൻ നോക്കുക. അതേപോലെ മലയാളത്തിൽ പറയാതിരിക്കുക. അവർ ചിലപ്പോൾ മലയാളത്തിൽ ചോദിച്ചു എന്ന് വരും. അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ ആൻസർ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേണമെന്ന് വെച്ചിട്ട് ആരും മാർക്ക് കമ്മിയാക്കാറില്ല. നിങ്ങളുടെ അത്രയും ഹാർഡ് വർക്കാണ്, 1 ഇയറിൻ്റെ ഹാർഡ് വർക്കാണ് നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റ്. അപ്പം മാക്സിമം നിങ്ങളെ കൂളാക്കിയിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൂളായിട്ട് ആൻസർ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ വൈവ ഉണ്ട്, ഇന്റേണൽ വൈവ ഉണ്ട്. ഇന്റേണൽ വൈവ നമുക്ക് കുറച്ച് ടഫായിരിക്കും, നമ്മുടെ ടീച്ചേഴ്സായിരിക്കും ചില കോളേജിൽ കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു. ഇന്റേണൽ വൈവ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് A to Z ഫുൾ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു വൈവ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓരോ സെം വൈസ് ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ബുദ്ധിമുട്ടായിട്ടായിരുന്നു ഞങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കരഞ്ഞങ്ങടെത്തി എന്ന് പറഞ്ഞ മാതിരിയുള്ള സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എക്സ്റ്റേണൽ വൈവ അത്രയും കൂളായിട്ടായിരുന്നു ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ടെൻഷൻ അടിക്കാനോ മാത്രം ഒന്നുമില്ല. ജസ്റ്റ് അവർ വരുന്നു, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് കഴിഞ്ഞ് അവർ പോകുന്നു. അവർക്ക് നമുക്ക് അറിയുന്ന കുറച്ച് ആൻസേഴ്സ് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് മാർക്ക് ഇട്ടിട്ട് പോയിക്കോളും. അല്ലാതെ അവിടെ നമുക്ക് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. നമുക്ക് പഠിച്ച സാധനം അവിടെ ചെന്ന് ഓർമ്മ ഉണ്ടാവുക, അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. അതായത് ഓവർ കോൺഫിഡൻസ് ആയിട്ടും ഇട്ടിരുന്നിട്ടും എനിക്ക് ഫുൾ അറിയാം എന്നുള്ള കോൺഫിഡൻസിനോട് കൂടി ഒന്നും ഇരിക്കണ്ട. കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവർ നമുക്കറിയാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അവർ ഇറിറ്റേറ്റ് ചെയ്യാണ്ട് മര്യാദയ്ക്ക് ആൻസർ പറഞ്ഞു പോരുക, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. അതേപോലെ നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഒരു ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ ഏതാണോ ടൈമിനനുസരിച്ച് നിങ്ങൾ പറയുക, ഇരിക്കുക. അവർ പറയുമ്പോൾ നമ്മൾ ഇരിക്കുക. ആ ഇരുന്നതിന് ശേഷം അവർ നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയും.
അപ്പോൾ ആ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്താണോ, നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത്, ഞാൻ ഇവിടെ നിന്നാണ്, നമ്മുടെ പേര് പറയാം, ഞാൻ ഇവിടെ നിന്നാണ് വരുന്നത്, ഞാൻ ഇവിടെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്, ഇവിടെയാണ് PG ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം. അത് കഴിഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും, എന്നോട് ചോദിച്ചിരുന്നു ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്ത്, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ആദ്യത്തെ ഫുൾ ഏരിയാസും ചോദിച്ചു, ഞാൻ അതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സെയിം വോയിസ് ആയിട്ട് തന്നെ അവരോട് കൂടുതലായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്കറിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് ആൻസർ ഇങ്ങോട്ട് പറഞ്ഞു തരും. പക്ഷെ അതിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് മാക്സിമം നമ്മൾ ആൻസർ ചെയ്യുക എന്നേ ഉള്ളൂ. പിന്നെ എല്ലാം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതപ്പോൾ അതിൻ്റേതായുള്ള രീതിക്ക് അവർ നമ്മളെ കൺസിഡർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കാനും മാത്രം ഒന്നുമില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു PG പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ ആൻഡ് വൈവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന വീഡിയോസിൽ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ് വേണ്ടത്, PG ആയാലും ഡിഗ്രി ആയാലും നമുക്ക് ഒരേ ടോപ്പിക്സ് തന്നെ ഫോളോ ചെയ്ത് പോകാം. ഒരു കാര്യമേ ഉള്ളൂ, PG ആകുമ്പോൾ 60 പേജ് ഉണ്ട്, മറ്റേതിൽ പേജ് വൈസ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ 2 ബുക്സ് കമ്പയർ ചെയ്തെടുക്കുകയാണ് ഒന്നുകൂടി PGക്ക് നന്നാവുക, എന്നാൽ കുറച്ചും കൂടി പേജ് നമുക്ക് തികയ്ക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട്. പിന്നെ റൂൾസും റെഗുലേഷൻസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുക എന്നുള്ളതേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നാലേ നിങ്ങൾക്ക് വരും വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻഫോർമേറ്റീവായി, ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.